Welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സിമ്പിൾ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഐഡിയ ആണ്. ഇതിനായിട്ട് ഞാൻ ഒരു ബോട്ടിൽ എടുക്കുന്നു. ഈ ബോട്ടിലേക്ക് വന്നിട്ട് ജെസ്സോ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ജെസ്സോ ഒരു പ്രൈമർ ആയിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ടിലായാലും എന്ത് പെയിൻറ്റിങ് ചെയ്യാൻ വെച്ചാലും അതിന് മുകളിൽ നമ്മൾ ജെസ്സോ അപ്ലൈ ചെയ്ത് ഒരു ബേസ് കോട്ടായിട്ടും പ്രൈമറായിട്ടും വർക്ക് ചെയ്യും. അതേപോലെ നമ്മൾ ഏത് കളർ അടിക്കാന്ന് വെച്ചാലും പെട്ടെന്ന് അബ്സർവ് ആയി കിട്ടും. അതിനാണ് ഈ ജെസ്സോ അപ്ലൈ ചെയ്യുന്നത്. സോ ഈ ജെസ്സോ വന്നിട്ട് ഞാൻ ബോട്ടിൽ ഫുള്ളായി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായി ഉണങ്ങാൻ വെക്കാൻ പോവാം. ഇപ്പോൾ ഈ ബോട്ടിൽ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. കണ്ടാലേ അറിയാം നല്ലൊരു ടെക്സ്ചർ വന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ മുകളിലേക്ക് അക്രിലിക് പെയിൻറ്റ് റെഡ് കളറാണ് ഇവിടെ അടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് വന്നിട്ട് ഒരു സ്പഞ്ചാണ്. സ്പഞ്ച് വെച്ചിട്ടാണ് അക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. സോ ഇത് ഒരു കോട്ടൊക്കെ അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ ജെസ്സോ അപ്ലൈ ചെയ്തേക്കുന്ന കാരണം പെട്ടെന്ന് അബ്സർവ് ആവും നമ്മുടെ പെയിൻറ്റ്. അപ്പോൾ ഒരു കോട്ടൊക്കെ അടിച്ച് എന്നാലേ നല്ലൊരു ഫിനിഷിങ് കാണാം. സോ ഇത് ഞാൻ അക്രിലിക് പെയിൻറ്റ് നമ്മുടെ ബോട്ടിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണിക്കാം എങ്ങനെയുണ്ടെന്ന്. ബോട്ടിൽ ഫുള്ളായിട്ടും പെയിൻറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് ഇത് നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള ടെക്സ്ചറാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. വീഡിയോൻ്റെ സൈഡിൽ കാണിക്കുന്ന സ്കെച്ച് ചെയ്ത് ഗൂഗിളിൽ നിന്ന് വന്നിട്ട് ഇമേജ് സെർച്ച് ചെയ്തെടുത്തതാണ്. ഇങ്ങനത്തെ പിക്ചറാണ് ഞാനിവിടെ വരഞ്ഞ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അങ്ങനെയല്ലേ നമുക്ക് വന്നിട്ട് പ്രിൻറ്റ് ചെയ്തും കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് രണ്ടും വരെയാണ് ബ്ലാക്ക് കളർ പെയിൻറ്റ് കൊടുത്ത് വരഞ്ഞ് ബ്ലാക്ക് കളർ പെയിൻറ്റ് കൊടുത്തിരിക്കുകയാണ്. സോ ഇത് നമ്മുടെ ബോട്ടിലേക്ക് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ ഈ മാർക്കർ കൊണ്ട് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് ബോട്ടിൽ എഴുതിയിട്ടുണ്ട്. ചെറിയ ഹാർട്ട്സും വന്നിട്ട് വരഞ്ഞെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. അതേപോലെ നമ്മുടെ പിക്ചറിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ വെള്ളപ്പാടുകളുണ്ട്. അതും ഞാൻ ഈ ബ്ലാക്ക് മാർക്കർ കൊണ്ട് ഈ ഔട്ട്ലൈൻ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബോട്ടിലിൻ്റെ താഴത്ത് കുറച്ച് ഗ്ലൂഗം അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ജൂട്ട് റോപ്പ് വന്നിട്ട് ഫുള്ളായി ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക, ഒന്ന് ചുറ്റിച്ചെടുക്കാൻ പോകാമെന്ന്. സോ നമ്മുടെ ബോട്ടിലിൻ്റെ പാതി ആ പിക്ചർ വരയ്ക്കും ഈ ജൂട്ട് റോപ്പ് വന്നിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാൻ പോവാം. താഴത്തെ ഭാഗം വന്നിട്ട് ജൂട്ട് റോപ്പ് വന്നിട്ട് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ മുകളിലത്തെ ഭാഗം ജൂട്ട് റോപ്പ് കൊണ്ട് സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. ബോട്ടിൽ ഇങ്ങനെ ചുറ്റിച്ചെടുത്തിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതും ഗ്ലൂഗം വെച്ചിട്ടാണ് ഈ ജൂട്ട് റോപ്പ് ഒന്ന് ചുറ്റിച്ചെടുക്കുന്നത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടും ഈസി ആയിട്ടും നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഐഡിയ ആണിത്. സോ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് LED ലൈറ്റ്സ് ഈ ബോട്ടിലിൻ്റെ ഉള്ളിൽ വെച്ചാലും നന്നായിരിക്കും കാണാനായിട്ട്. സോ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.